ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കാലത്തും നമ്മുടെ ഗാർഡനിൽ ഒരു ഗ്രീനറി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റാണ് ഈ മുരായ പ്ലാന്റ്. അധികം കെയറൊന്നും കൊടുക്കാതെ തന്നെ എല്ലാവർക്കും ബുഷായി വളർത്താൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലാന്റാണ് കേട്ടോ മുരായ പ്ലാന്റ്. കുറച്ച് സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലൊരു പ്ലാന്റാക്കി വളർത്തിയെടുക്കാം. എൻ്റെ വീട്ടിലെ മുരായ പ്ലാന്റിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. നഴ്സറിയിൽ നിന്ന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുരായ പ്ലാന്റ് കിട്ടണമെങ്കിൽ 500 അതിന് മുകളിൽ രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ചെറിയൊരു പ്ലാന്റ് വാങ്ങിയിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തിയെടുത്താൽ മതി. ചെറിയ പ്ലാന്റിനെ അതിനനുസരിച്ചുള്ള ചെറിയ പോട്ട് തന്നെ തിരഞ്ഞെടുത്ത് അതിൽ പ്ലാന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ എന്തെങ്കിലും വളങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നീട് പ്ലാന്റ് വളരുന്നതിനനുസരിച്ച് പോട്ടിൻ്റെ വലിപ്പം മാറ്റി റീപോട്ട് ചെയ്താൽ മാത്രം മതി. ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റ്സും റീപോട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഏത് പോട്ടാണെങ്കിലും അതിൻ്റെ അടിയിൽ ചകിരിയോ അല്ലെങ്കിൽ കരിയിലയോ ഇട്ട് കൊടുക്കുകയാണ് ആദ്യം ചെയ്യാറുള്ളത്. പിന്നീട് പോട്ട് മിക്സായിട്ട് മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇത്രയുമാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അടിയിൽ ചകിരി ഇട്ടാലുള്ള ഗുണം നമുക്ക് റീപോട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പ്ലാന്റിനെ ഇളക്കിയെടുക്കാൻ പറ്റും. രണ്ടാമതായിട്ട് ഈർപ്പം നിലനിർത്താൻ സഹായിക്കും. ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ, അവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ നല്ലൊരു മെത്തേഡാണിത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്